ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ദമ്പതികൾ തമ്മിൽ തല്ലുമ്പോൾ അതിനിടയിൽപ്പെട്ട് ഉള്ളുരുകി ജീവിക്കുന്ന മക്കളെക്കുറിച്ച് നിങ്ങൾ ഓർക്കാറുണ്ടോ? അവരുടെ മനസ്സിലേൽക്കുന്ന മുറിവ് അത്ര വേഗം ഉണങ്ങില്ല കേട്ടോ. സ്വന്തം മാതാപിതാക്കളുടെ ദാമ്പത്യ പ്രശ്നം പതിവായി കാണുന്ന കുട്ടികൾ വിഷാദരോഗികളായി മാറി ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കാം. കൊല്ലം പുനലൂരിൽ മാതാപിതാക്കൾ അകന്നു കഴിയുന്നതിൽ മനം നൊന്ത് +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പത്തനാപുരം സ്വദേശിനി 18-കാരി നിസിമോളെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച ശേഷമാണ് പെൺകുട്ടി ജീവനൊടുക്കിയത്. പത്തനാപുരം പിറവന്തൂർ ചേകം മഞ്ജുവിലാസത്തിൽ ആർട്ടിസ്റ്റ് മനോജ് അഞ്ജു ദമ്പതിമാരുടെ മകൾ 18-കാരിയായ നിസിമോളെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മനോജും ഭാര്യയും അകന്നു കഴിയുകയാണ്. മനോജിന്റെ മാതാപിതാക്കളായ തങ്കപ്പൻ, തങ്കമ്മ എന്നിവർക്കൊപ്പം ചേകത്തെ വീട്ടിലാണ് നിസിമോൾ താമസിച്ചിരുന്നത്. മാതാപിതാക്കൾ അകന്നു കഴിയുന്നത് മൂലമുള്ള ഒറ്റപ്പെടലിന്റെ വേദന പങ്കുവയ്ക്കുന്ന 4 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചാണ് നിസിമോൾ മരിച്ചത്. രാവിലെ 11 മണിയോടെയാണ് പെൺകുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. സംഭവ സമയത്ത് വീട്ടിൽ ആരുമില്ലായിരുന്നു. പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. അസ്വാഭാവിക മരണത്തിന് പത്തനാപുരം പോലീസ് കേസെടുത്തു. ചെന്നൈയിലുള്ള പിതാവ് മനോജ് എത്തിയ ശേഷമാവും സംസ്കാരം. ന്യൂസ് 18 പുനലൂർ.